ഒരു വ്യക്തിത്വത്തിന് 17 വർഷങ്ങൾക്ക് ശേഷം അനുസ്മരിക്കപ്പെടുമ്പോൾ ഇത്രയധികം പ്രൗഢ ഗംഭീരമായ ഒരു സദസ്സിന് കിട്ടുക എന്ന് പറയുന്നത് പല പരിപാടികളും ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്കൊരു അപൂർവമായി തോന്നുകയാണ്. അതുതന്നെയാണ് ഈ അനുസ്മരണത്തിൻ്റെ ഏറ്റവും വലിയ ഊഷ്മളത എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കൃഷ്ണപ്രസാദ് എന്നെ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ ആദ്യം വരാമെന്ന് സമ്മതിച്ചു. കാരണം കഴിഞ്ഞ ഈ ഒരു 2025 ഒരു പൊതു പരിപാടികൾക്കും പോകാതെ ഇരുന്ന അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ചിന്തകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഞാൻ ഇവിടേക്ക് മിനിഞ്ഞാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാനൊരു 5:30 കഴിഞ്ഞിട്ടോ വരത്തുള്ളൂ. കാരണം മാരാമൺ കൺവെൻഷനൊന്നും പങ്കെടുക്കേണ്ടതുണ്ട്. ഞാൻ ഈ വർഷം മാരാമൺ കൺവെൻഷന് പോയില്ല. അപ്പം മിനിസ്റ്റർ പോകുന്നു, MLA പോകുന്നു. അപ്പം ഞാൻ വിചാരിച്ച് സാധാരണ ഒരു സമ്മേളനമാണല്ലോ, 4 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 5:30 ആകുമ്പോഴത്തേക്ക് വന്നാൽ പറ്റുമായിരിക്കുമല്ലോ. പക്ഷെ വീണ്ടും അദ്ദേഹം, ഞാനിത് പറയാൻ കാരണം, ഒരു പ്രോഗ്രാം എത്രയേറെ മനോഹരമാക്കുവാനായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ തെളിമയാണ് അത് ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ പോലും ഞാനില്ല വീട്ടിൽ, പക്ഷെങ്കിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ വർഷം ഞാൻ മാരാമൺ കൺവെൻഷന് പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഇവിടെ ആദരിക്കുന്ന ആൾക്കാരോടൊക്കെയുള്ള എനിക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ ബഹുമാനം. ഞാനിതിനാണ് ഇത് ചെയ്തിട്ട് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ അനുസ്മരണ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ, ഉണ്ണിപ്പിള്ള സാറിനെ കുറിച്ച് പറയുമ്പോൾ, സാറിനെ കണ്ടിട്ടുണ്ടായിരിക്കാം, അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും ഒക്കെ. പക്ഷെങ്കിൽ അദ്ദേഹത്തിൽ വിളങ്ങിയ ഒരു തെളിച്ചം എവിടെയെങ്കിലുമൊക്കെ നമ്മളെ സ്പർശിച്ചത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വാദോരാതെ നമ്മൾ സംസാരിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ അറിയുന്ന നിങ്ങളോട് ഞാനെന്ത് സംസാരിക്കാം. പക്ഷെങ്കിൽ ഇവിടെ ഇത്തരം സമ്മേളനങ്ങളുടെ, അനുസ്മരണങ്ങളുടെ ഒക്കെ ശോഭ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിനെ നമ്മൾ എങ്ങനെയാണ്, എവിടെയാണ് സ്ഥാപിക്കുക, എവിടെയാണ് വെക്കുക. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്, ഞാൻ വിനോദിനെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, തിരുവല്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വലിയ പ്രമുഖ വ്യവസായിയാണ് അദ്ദേഹം. പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസും ചിന്തകളും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പാഷനുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിനെ നിങ്ങൾ വിളിച്ചു ഇവിടെ വലിയൊരു അവാർഡ് കൊടുത്തു എന്ന് പറയുന്നത്, ഞാൻ അദ്ദേഹത്തിനോട് അടുത്ത് ഞങ്ങൾ താമസിക്കുന്നവരാണ്. ഇപ്പോൾ എനിക്കിതുവരെ ആ ഗോശാല കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. കാരണം അതിശയിപ്പിക്കുന്ന തരത്തിലാണ് ഓരോരുത്തരും വ്യത്യസ്തമായ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഇവിടെ നമ്മുടെ ഈശ്വര പ്രാർത്ഥന പാടിയ കുട്ടി മുതൽ നമ്മളിൽ വിളങ്ങുവാനായിട്ടുള്ള ഒരുപാട് അവസ്ഥകൾ സൂക്ഷിക്കുന്നവരാണ്. പക്ഷെങ്കിൽ ഇത് നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്ന അവസ്ഥ കൊണ്ടാണ് സമൂഹത്തിന് കൂടുതൽ സൗന്ദര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ചുറ്റുപാടുകൾക്ക്, നമ്മളുടെ ഇടങ്ങൾക്ക്, സാമൂഹ്യ വ്യവസ്ഥകൾക്ക്, നീതിബോധങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മൾ അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ, എന്തുകൊണ്ട് ഇങ്ങനെ മനുഷ്യരോട് അല്ലെങ്കിൽ അമ്മയോട് മകൻ ഒക്കെ എങ്ങനെ ഇത്തരത്തിൽ പെരുമാറാൻ കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണിപ്പിള്ള സാറിനെ കുറിച്ച് പറയുമ്പോൾ 2 രംഗത്തിനെ കുറിച്ചാണ് എനിക്ക് തെളിമയോടുകൂടി പറയാൻ കഴിയുക. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. കവിയൂർ NSS കോളേജിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള കവിയൂരുകാരി ഒരു കുട്ടിയാണ് ഞാൻ. കഴിഞ്ഞ 10-32 വർഷമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്നതെന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ ഞാൻ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. പിന്നീട് നമുക്കറിയാം, വിശ്വവിഖ്യാത ചലച്ചിത്രകാരനായ അടൂർ സാറിൻ്റെ അനന്തരം നമ്മുടെ തന്നെ നാട്ടുകാരനും NSS കോളേജിലെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റും ഒക്കെയാണ് സാറൊക്കെ. എന്നുള്ള രീതിയിലൊക്കെ KG ജോർജ് സാറിൻ്റെ സിനിമയിലെ പഞ്ചവടി പാലത്തിലെ ഒക്കെ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ
മനുഷ്യരുടെ മുഖങ്ങൾക്ക് ചില പ്രത്യേകതകൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിൽ അപൂർവമായി ചില മുഖങ്ങൾക്ക് മാത്രമേ അതിനെ ഒരു 100 പേരിൽ നിന്ന് വ്യത്യസ്തരായി ഒരാളായി തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള മലയാള സിനിമയിൽ ഒരുപാട് പ്രതിഭകളായ ആൾക്കാരുണ്ട്. ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ ശങ്കരാടി ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെ ഇവരെയൊക്കെ കാണുമ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു, ഞാനൊക്കെ സിനിമ ചെയ്ത് തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിന് മുമ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും കൃഷ്ണപ്രസാദും ഒക്കെ ഇവിടെ പെരുന്നയിൽ ഇങ്ങനെ കൂടി സിനിമയെക്കുറിച്ച് മോഹിച്ച് സംസാരിച്ച് നടന്ന നമ്മുടെ ഇവിടെ തന്നെയുള്ള അപ്പുകുട്ടനും ഒക്കെ ആയിട്ട് നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ സിനിമ സംസാരിക്കാനായിട്ടും മനസ്സിലാക്കാനും സംസാരിക്കാനായിട്ടും ഞാൻ ഈ പെരുന്നയിലെ ഒരു പിൻഹോൾ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അപ്പുകുട്ടൻ്റെ എടുത്ത് വന്ന് നിസാർ അബ്ദുൽ ഖാദറും ഒക്കെ അന്ന് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നൊരു സമയം. അപ്പം ആ സമയങ്ങൾ തൊട്ടാണ് ഞാൻ ഉണ്ണിപ്പിള്ള സാറിനെ പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിതത്തിന് തനിക്ക് പറ്റാവുന്ന രംഗങ്ങളിലൊക്കെ ഏറ്റവും മനോഹരമായി ജീവിതത്തിന് അദ്ദേഹം അനുഭവിക്കുകയും അതിനെ ശോഭയുണ്ടാക്കുകയും കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ 17 വർഷം കഴിഞ്ഞപ്പോഴും നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു തോർത്തുമുണ്ടും ഒരു വെള്ളയുമായിട്ടുള്ള ഒരു കതർ ഉടുപ്പുകളും ഒക്കെ ഇട്ടിട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു മുഖം ഇപ്പോഴും നമുക്കൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തെളിയുന്നു. ഇത് കാരണം ജീവിച്ച ആയുസ്, തനിക്ക് ലഭിച്ച അറിവുകൾ ഒക്കെ സമൂഹത്തിലേക്ക് എത്രത്തോളം നല്ല രീതിയിൽ വിളങ്ങുവാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ മറ്റുള്ളവരിലേക്ക് പകരുവാൻ അദ്ദേഹം തൻ്റെ ജീവിതത്തിന് സമർപ്പിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറ എന്ന് പറയുന്നത് കൃഷ്ണകുമാറിനെ എനിക്ക് വലിയ പരിചയമില്ല. പക്ഷേ കൃഷ്ണപ്രസാദുമായിട്ട് മൂന്നാം പക്കം എന്ന് പറയുന്ന ബന്ദ്രയാൻ സാറിൻ്റെ സിനിമയിൽ ഒരു കൊച്ചു ചെറുക്കനായിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന കൃഷ്ണപ്രസാദിന് അന്ന് ഞാൻ ആ സിനിമയുടെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് അമ്പാടി തെല്ലിൻ്റെ ഉണ്ണിയും അങ്ങനെ ഒരുപാട് സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ ഒരു യൗവന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് കൃഷ്ണപ്രസാദ് കൊച്ചു ചെറുക്കനായിരുന്നു. എന്തുകൊണ്ടും അറിയത്തില്ല, ഇപ്പോഴും അങ്ങനെ ഒരു കുട്ടിയുടെ എൻ്റെ ഒരു അനുജൻ്റെ സ്ഥാനത്താണെങ്കിൽ പോലും ഒരു കൊച്ചു പയ്യനായിട്ടാണ് എൻ്റെ മനസ്സിലെപ്പോഴും ഓടിയെത്തുക. അപ്പം അങ്ങനെ വളരെ വ്യത്യസ്തമായ അദ്ദേഹവും ഈ സിനിമയിൽ നിന്ന് ചലച്ചിത്ര രംഗത്ത് ഒരുപാട് വ്യത്യസ്തമായ സിനിമകൾ ചെയ്യാൻ സാധിച്ചു അദ്ദേഹത്തിന്. പക്ഷെ പിതാവിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ കർമ്മമേഖലകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കാർഷിക മേഖലകളിലൊക്കെ വലിയ അടയാളങ്ങൾ സൃഷ്ടിക്കുവാൻ അദ്ദേഹം സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ അഭിമാനകരമായ കാര്യം. അപ്പം ഈ ഒരു നാട് അതിന് നമ്മളെപ്പോഴും നമ്മുടെ നാട്ടിലാണ് അല്ലേ നമ്മുടെ വേരുകൾ പലപ്പോഴും നമുക്കുണ്ടാവുക. അദ്ദേഹത്തിനെയും ഓരോരുത്തരെയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കൂട്ടിച്ചേർക്കുന്നത്, വളർത്തുന്നത് ഈ നാടും ഈ നാടിൻ്റെ മണ്ണും മണവും ഒക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സാംസ്കാരിക തലത്തിലൂടെ ഒക്കെ സഞ്ചരിക്കുവാനായിട്ട് ഒരു തലമുറയ്ക്ക് കഴിഞ്ഞു. അടുത്ത തലമുറയ്ക്ക് കഴിയണമെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് അതിനുവേണ്ടി ശ്രമിക്കേണ്ടി വരും. ശ്രമിച്ചാൽ മാത്രം പോരാന്ന് നിൽക്കുന്നു. ചിലപ്പം രക്തസാക്ഷിത്വം വരെ വഹിക്കേണ്ടി വരുന്ന തരത്തിലേക്കൊക്കെ നമ്മുടെ നാടിനെ മനസ്സിലാക്കാത്ത ഒരു തരത്തിൽ ഉള്ള ഒരുപാട് പ്രവണതകൾ കണ്ടുകൊണ്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് അടയാളപ്പെടുത്തേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള ഈ വലിയ അവസരങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കുമുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മാരാമൺ കൺവെൻഷന് പോയാൽ കിട്ടുന്നതിനേക്കാൾ വലിയ ഒരു അനുഭവം എനിക്കുണ്ട്. കാരണം ഒരു പിതാവിന് വേണ്ടി അല്ലെങ്കിൽ 17 വർഷം മുമ്പ് മൺമറഞ്ഞു പോയ ഒരു ആത്മാവിന് വേണ്ടി ഒരു സമൂഹം അർപ്പിക്കുന്ന ഒരു യാഗം അല്ലെങ്കിൽ ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടുചേരൽ, അത് അത്തരം തരത്തിലുള്ള ഒരു കൂട്ടായ്മ ആയിരിക്കണം ഈ സമൂഹത്തിനെ വലിയ രീതിയിൽ മുന്നോട്ട് നയിക്കട്ടെ
നയിക്കുവാനായിട്ടുള്ള അതിൻ്റെ ചെറിയ ചില ആണികളായി നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.